ഫിലിപ്പ് ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് 3-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്ന് മുൻപിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ ബിരുദനായി ലാക്കിലേക്ക് ഓടുന്നു. അപ്പോസ്തലനായ പൗലോസ് വിദ്യാഭ്യാസത്തിലും എല്ലാം മികച്ചവനായി, മിടുക്കനായി, സാമർത്ഥ്യമുള്ളവനായിരുന്നു. തന്നെ സംബന്ധിച്ച് തനിക്ക് പുകഴുവാൻ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നെങ്കിലും തൻ്റെ ജനനത്തെക്കുറിച്ചും തൻ്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ചും ഒക്കെ പറയുമ്പോഴും അവസാനം അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ എല്ലാം ചപ്പന്നും ചവറൊന്നും എണ്ണുകയാണ്. കർത്താവ് നിമിത്തം സകലതും തള്ളിക്കളഞ്ഞ് ചപ്പന്നും ചവറൊന്നും എണ്ണിയിട്ട് അദ്ദേഹം പറയുന്നൊരു കാര്യം, വൺ തിങ് ഐ ഡു, ഒന്ന് ഞാൻ ചെയ്യുന്നു. പലരും പല കാര്യങ്ങൾ ചെയ്ത് പരാജയപ്പെടുന്നവരാണ്. ചില ആളുകളുണ്ട് സുവിശേഷ വേലയിലാണെങ്കിൽ പോലും പല കാര്യങ്ങളിൽ ഇടപെട്ട് ആ ദർശനവും കാഴ്ചപ്പാടും നഷ്ടപ്പെട്ടു പോകുന്നവർ, ജോലി മേഖലയിൽ പലത് ചെയ്ത് എങ്ങുമെത്താതെ വലഞ്ഞു പോകുന്നവർ, വിദ്യാഭ്യാസത്തിലും അതുപോലെ. ഇവിടെ പൗലോസ് പറയുന്നൊരു കാര്യം, ഒന്ന് ഞാൻ ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ കർത്താവിന് പ്രാധാന്യം കൊടുക്കുക. അതുതന്നെയാണ് താൻ ചെയ്യുന്നത്. ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ ലാക്കിലേക്ക്, ദൈവം തന്നെ ഏൽപ്പിച്ച ദൗത്യ പൂർത്തീകരണത്തിന് വേണ്ടി ലാക്കിലേക്ക് താൻ ഓടുന്നു. ഈ ഓട്ടത്തിന് തടസ്സമായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിൻപിലുള്ളതാണ്. അദ്ദേഹം പറയുന്നു, പിൻപിലുള്ളതിനെ മറന്ന്. നമുക്കൊക്കെ പഴയ കാലം മറക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. എന്നാൽ പൗലോസ് പറയുകയാണ്, എനിക്ക് നേരിട്ട പരാജയത്തെ ഞാൻ മറക്കുക. സ്തെഫാനോസിനെ കൊല്ലാൻ കൂട്ടുനിന്നതും സഭയെ ഉപദ്രവിച്ചതും അങ്ങനെ തൻ്റെ ജീവിതത്തിലെ പല കാര്യങ്ങളെയും താൻ തള്ളിക്കളഞ്ഞിട്ട്, പുറകിലുള്ളതിനെ മറന്നു കളഞ്ഞിട്ട് മുൻപിലേക്ക് ഓടുക. ലോത്തിൻ്റെ ഭാര്യയെക്കുറിച്ച് പറയുന്നു, ഓട്ടം മുൻപോട്ടാണെങ്കിലും നോട്ടം പുറകോട്ടായിപ്പോയി. പാടില്ല. നാം മുൻപിലേക്ക് യാത്ര ചെയ്യേണ്ടവരാണ്. ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. നിങ്ങളെ ഒന്നിനും കൊള്ളത്തില്ലെന്നും കഴിവില്ലെന്നും പറഞ്ഞ് മാറണ്ട. ദൈവത്തിന് നിങ്ങളെ ആവശ്യമുണ്ട്. നിങ്ങളുടെ പരാജയങ്ങൾ ദൈവം എഴുതി തള്ളിക്കഴിഞ്ഞിരിക്കുക. ദൈവസ്ഥനിൽ ഏറ്റു പറഞ്ഞാൽ ദൈവം ക്ഷമിക്കാത്ത യാതൊരു തെറ്റുകളുമില്ല. അതുകൊണ്ട് തന്നെ തെറ്റുകളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാനും മുൻപിലേക്ക് യാത്ര ചെയ്യാനും തീരുമാനിക്കണം. ചിലരുണ്ട് 2 ദിവസം മുൻപോട്ടെങ്കിൽ അടുത്ത 2 ദിവസം പുറകോട്ടാണ്. പുതിയ തീരുമാനം എല്ലാ വർഷവും എടുക്കും. ആദ്യത്തെ 4 ദിവസം കഴിയുമ്പം തീരുമാനമെല്ലാം വഴി കളയും. അടുത്ത വർഷം വീണ്ടും തീരുമാനമെടുക്കും. അല്ല, മുൻപിലേക്ക് തന്നെ യാത്ര ചെയ്യുക. നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? ദൈവത്തെ പ്രസാദിപ്പിക്കാൻ, യേശുവിനെ പ്രസാദിപ്പിക്കാൻ, യേശുവിനെ നോക്കി ഓടാൻ, യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കാൻ. അതുകൊണ്ട് തന്നെയാണ് എബ്രായ ലേഖനത്തിൽ പറയുന്നത്, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുന്നവനുമായ യേശുവിനെ നോക്കുക. ദി ഓഥർ ആൻഡ് ദ ഫിനിഷർ ഓഫ് അവർ ഫെയ്ത്ത്. നമ്മുടെ വിശ്വാസം പൂർത്തീകരിക്കുന്ന കർത്താവാണ്. അതുകൊണ്ട് മുൻപിലേക്ക് തന്നെ നോക്കുക, കർത്താവിനെ നോക്കുക, യാത്ര തുടരുക. നിങ്ങളുടെ യാത്രയിൽ നിങ്ങളെ ശ്രദ്ധ തിരിക്കുന്ന, നിങ്ങളെ തെറ്റിച്ച് കളയുന്ന, മുറുകെ പറ്റുന്ന ഒത്തിരിയേറെ കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങളുടെ ലക്ഷ്യം മുൻപിലേക്കായതുകൊണ്ട് ഇതിനെ നിങ്ങൾക്ക് തരണം ചെയ്യാൻ കഴിയും. ഓട്ടമത്സരത്തിൽ ഒരു ഓട്ടത്തിനു വേണ്ടി തയ്യാറാകുന്ന ഒരാളെ നോക്കിയാൽ കാണാം, മറ്റെല്ലാം മറന്ന് താൻ ആ ഓട്ടത്തിൽ ലക്ഷ്യസ്ഥാനത്തേക്ക് യാത്ര ചെയ്യുക. ചുറ്റും നിൽക്കുന്നവരെ താൻ നോക്കാറില്ല. കാരണം തനിക്ക് ഒരു ലാക്കുണ്ട്, ആ ലാക്കിലേക്ക് ഓടുകയാണ്. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ മുൻപിലേക്കൊന്ന് യാത്ര ചെയ്യാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുക, കർത്താവിന് പ്രാധാന്യം കൊടുക്കുക, മുൻപിലേക്ക് ഓടുക. ഇന്നലകളിൽ നമുക്ക് പറ്റിയ പരാജയങ്ങളെ തള്ളിക്കളയുക, മറന്നു കളയുക, ഉപേക്ഷിച്ച് കളയുക. ദൈവം ക്ഷമിച്ചു, പിന്നെ എന്തിനാണ് നിങ്ങൾ മനസ്സിലത് വെച്ചുകൊണ്ടിരിക്കുന്നത്? ദൈവം മറന്നു കളഞ്ഞിരിക്കുക. ദൈവം നമ്മോട് ക്ഷമിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ പറയുന്നത്, അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മളോട് അകറ്റിയിരിക്കുന്നു, നമ്മുടെ പാപങ്ങളെ അവൻ ക്ഷമിച്ചിരിക്കുന്നു. അപ്പം നമ്മുടെ തെറ്റുകളെല്ലാം ദൈവം ക്ഷമിച്ചു കഴിഞ്ഞിരിക്കുക. നമുക്ക് പലപ്പോഴും ക്ഷമിക്കാൻ കഴിയുന്നില്ല. നമ്മുടെ പ്രാർത്ഥനയിൽ പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ കർത്താവ് ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. അപ്പോൾ കർത്താവ് നമ്മളോട് ക്ഷമിച്ചിരിക്കുന്നത് കൊണ്ട് നാമും ക്ഷമിക്കാൻ ബാധ്യസ്ഥരാണ്. നമ്മളോട് തിന്മ ചെയ്തവരോട് ക്ഷമിക്കാൻ, നമ്മളോട് അനീതി ചെയ്തവരോട് ക്ഷമിക്കാൻ, നമ്മളെ വഞ്ചിച്ചവരോടും ചതിച്ചവരോട് ക്ഷമിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതുതന്നെയാണല്ലോ നമ്മൾ ആ പ്രാർത്ഥനയിൽ പറയുന്നതും. അതെ, മറ്റുള്ളവരോട് ക്ഷമിക്കാൻ, എങ്കിലേ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയത്തുള്ളൂ. അതെ, നമുക്കൊരു ലക്ഷ്യമുണ്ട്, മുൻപിലേക്കാണ് യാത്ര ചെയ്യുന്നത്. തെറ്റുകളെ ഒഴിഞ്ഞ് മുൻപിലേക്ക് യാത്ര ചെയ്യാം. ദൈവം നിങ്ങൾക്ക് നമ്മുടെ ബലം തരും. നമുക്ക് തന്നെ സാധ്യമല്ല, എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തീകരിക്കും. ദൈവകൃപ നിങ്ങളോട് കൂടെ ഇരിക്കും. ദൈവത്തിൻ്റെ ദയയും കരുണയും അവൻ നിങ്ങൾക്ക് ചൊരിഞ്ഞു തരും. അതെ, മുൻപിലേക്ക് ഓടാം. കർത്താവ് നിങ്ങളുടെ കരം പിടിക്കും. ക്ഷീണിച്ചും വീണും പോയാൽ അവൻ നിങ്ങളെ പിടിച്ചെഴുന്നേൽപ്പിക്കും. അവനാണ് നിങ്ങളുടെ കൂടെ ഓടുന്നത്, അവനാണ് നിങ്ങളുടെ കരം പിടിക്കുന്നത്. നിങ്ങൾ ജീവിതയാത്രയിൽ ഓട്ടക്കളത്തിൽ ഒറ്റയ്ക്കല്ല, ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെ സധൈര്യം മുൻപോട്ട് യാത്ര ചെയ്യാൻ ദൈവം സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988-22-1957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ
നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0796010203.